നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിന് സമീപം US പ്രതിരോധം മറികടക്കാൻ ശ്രമിച്ച ചരക്കുകപ്പൽ പിടിച്ചെടുത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ പതാക നാട്ടിയ കപ്പലാണ് ഒമാൻ തീരത്തിന് സമീപത്ത് നിന്ന് പിടിച്ചെടുത്തതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. മിസൈൽ പ്രഹരശേഷിയുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS സ്പ്രുവാൻസ് ഇറാനിയൻ കപ്പലിന് തക്കതായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇറാനിയൻ സംഘം അതൊന്നും ചെവിക്കൊണ്ടില്ല. എഞ്ചിൻ റൂം തുളച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ തടയേണ്ടി വന്നുവെന്ന് ട്രംപ് അറിയിച്ചു. തൗസ്ക എന്നു പേരുള്ള 900 അടി നീളവും വിമാനത്തോളം ഭാരവുമുള്ള കപ്പലാണ് പിടിച്ചെടുത്തതെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ് കപ്പൽ. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധകലുഷിതമാകുന്നു. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച ഇറാന്റെ ചരക്കുകപ്പൽ അമേരിക്കൻ സൈന്യം ആക്രമിച്ചതോടെയാണ് മേഖലയിൽ സംഘർഷ സാഹചര്യം മൂർച്ഛിച്ചത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച അമേരിക്കയ്ക്ക് തക്കതായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാനും. യുദ്ധത്തിന് സജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. തന്റെ രാജ്യവും US-ഉം ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണെന്ന് ഇറാനെ ലക്ഷ്യമിട്ട് നെതന്യാഹു പറഞ്ഞു. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്ന, നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന, US-നെ തകർക്കാൻ ശ്രമിക്കുന്ന, പാശ്ചാത്യ നാഗരികതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാൻ എന്ന വലിയ ഏകാധിപത്യത്തിനെതിരെ US-മായി ചേർന്ന് ഞങ്ങൾ പോരാടുകയാണ്. നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇത് അവസാനിച്ചിട്ടില്ല. ഏത് നിമിഷവും നമുക്ക് പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാം, നെതന്യാഹു പറഞ്ഞു. അതിനിടെ US ഇറാൻ സമാധാന ചർച്ചയുടെ 2ാം ഘട്ടം പാകിസ്ഥാനിൽ നടക്കാനിരിക്കെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ച് പാക് പ്രധാനമന്ത്രിയും. ഷഹ്ബാസ് ഷെരീഫുമായുള്ള സംഭാഷണം ഏകദേശം 45 മിനിറ്റ് നീണ്ടു. സംഭാഷണം ഊഷ്മളവും സൗഹൃദപരവുമായിരുന്നു എന്ന് പാകിസ്ഥാൻ അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കാലയളവ് അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് അമേരിക്കയുടെ നീക്കം. ഇതിനോടകം തന്നെ അനിശ്ചിതത്വത്തിലായ സമാധാന ചർച്ചകൾക്ക് പുറമെയാണ് അമേരിക്കയുടെ ഈ ഒരു നടപടിയും. പാകിസ്ഥാനിൽ നടക്കുമെന്ന് കരുതപ്പെടുന്ന ചർച്ചകൾ പ്രതികൂലമായേക്കാമെന്ന സൂചനകൾ ഇതിനോടകം തന്നെ സജീവമാണ്. 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ സേന വെടിയുതിർത്ത ദിവസം ഇന്ത്യൻ പതാകയുള്ള അസംസ്കൃത എണ്ണ ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയതായും റിപ്പോർട്ടുണ്ട്. 31 ഇന്ത്യൻ ജീവനക്കാരെ വഹിച്ച ദേശ് ഗരിമ എന്ന ടാങ്കർ വിജയകരമായി കടലിടുക്ക് കടന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 22-ന് മുംബൈയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും തടസ്സമില്ലാത്ത ഷിപ്പിംഗ് പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ നാവിക അധികാരികൾ ഏകോപനം തുടരുകയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗൾഫിലെ പൊതുവായ ഒരു സാഹചര്യം ഇപ്പോഴും അപകട സാധ്യതയുള്ളതാണെങ്കിലും ദേശ് ഗരിമ യാതൊരു തടസ്സവുമില്ലാതെ കടന്നുപോയതായി മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ പ്രതിനിധി ഇത്തരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല, ഇത് അറിയാതെ സംഭവിച്ചതാണ് എന്ന തരത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്.